വിന്നറാണിനെ പറ്റി എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. നമുക്ക് ആർക്കൊക്കെയാണ് വോട്ട് വരിക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയാണ് ജയിക്കണമെങ്കിലും. ലാലേട്ടൻ എപ്പോഴാ വരിക? എനിക്കെന്താ ഏറ്റവും സന്തോഷിച്ചാലേ നമുക്ക് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയല്ലോ. പക്ഷെ ഞാൻ പുറത്താക്കണമെന്ന് കരുതിയ ആൾക്കാരൊന്നും പുറത്തായിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും സങ്കടത്തിലാണ്. പക്ഷേ എന്തായാലും ഒരാൾക്കല്ലേ വിന്നറാകാൻ പറ്റുള്ളൂ. ലാലേട്ടൻ വരുന്ന ദിവസം തന്നെ എന്തായാലും ഒരാൾക്കല്ലേ വിന്നറാകാൻ പറ്റുള്ളൂ പറഞ്ഞതാ. ഹായ് ബിഗ് ബോസ്, ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ പൈസ പെട്ടെടുത്ത് പോകുകയാണ്. ഇത്രയും കാലം എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മഹേസ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ആർക്കും ദേഷ്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. റൂമിലേക്ക് വരിക. എന്തിന് തേങ്ങ പറിച്ചു പോരെ. ഔട്ടാക്കില്ല, കൺഫ്യൂഷൻ വരാൻ പറഞ്ഞു. തങ്ങളുടെ സൈഡിൽ വെച്ച് തങ്ങളുടെ മണി ബോക്സ് എടുത്ത് ഞങ്ങൾക്ക് പുറത്ത് പോകുന്നതാണ്. താങ്ക് യു ബിഗ് ബോസ്. ശ്രദ്ധിക്കുക, മഹാസിന് ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവന് മണി ബോക്സ് എടുത്ത് പുറത്ത് പോയി. അപ്പോൾ അവൾക്ക് ഇവിടെ പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇനി മഹാസി വീടിനോട് ഇവിടെ പറഞ്ഞേക്കാണ്. എന്ത് പരിപാടിയോ കാട്ടി അറിയില്ല, ഓൻ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടാവും. അതല്ല, നമ്മളോടൊന്നും സൂചിപ്പിച്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, എന്നോട് പറഞ്ഞു എന്തെങ്കിലും കള്ളത്തരം ഒപ്പിച്ചു. അല്ല ഇങ്ങനെ ആ പൈസ പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5 ലക്ഷമല്ലേ വന്നത്, അത് പിന്നെ കൂടി 10 ലക്ഷം 20 ലക്ഷം ഒക്കെ ആവുമേ. അതിൻ്റെ മുന്നേ എടുത്ത് പോയോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിനോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിനോ? ഗെയിമിൽ എന്തെങ്കിലും ചപ്രിയാക്കാരം പ്രശ്നം എനിക്കറിയാം. ചപ്രിയൻ്റെ എനിക്ക് തോന്നുന്നുണ്ടോ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുകയെന്ന്? എനിക്ക് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് നല്ല ആഘോഷിച്ചാൽ നാളെ പെരുന്നാളാ. ആർക്കെ കച്ചറ ഉണ്ടാക്കിയോലൊന്നും ജയിച്ചില്ലല്ലോ. നമുക്ക് കച്ചറ ഉണ്ടാക്കിയോലെ നമുക്ക് ജയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇക്കുറി നമുക്ക് പുറത്താക്കിയാലോ? പെരുന്നാളിന് എന്താ സന്തോഷമല്ല രാപ്പാക്കെന്താ പെരുന്നാളിന് സന്തോഷമാവാതെ സങ്കടം. ഇത് ബിഗ് ബോസിന്റെ വീഡിയോ ആണേ. ഇന്ന് ഫൈനലാണ്. ഇന്ന് ഫൈനലിന് ആരാ ജയിച്ചാ തോൽക്കുക എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ആ ടെൻഷനാണ് എനിക്കേ. നിങ്ങൾക്കൊന്നും ആ ടെൻഷനല്ലേ? അപ്പൊ നിങ്ങൾ കണ്ടസ്റ്റൻസ് അല്ലേ ഇതിത്തെ? കണ്ടസ്റ്റൻസ് പറഞ്ഞെന്താ ഇന്ന് ശ്രദ്ധിക്കുക, ഇന്ന് ഫൈനലാണ്. അപ്പൊ ഇന്നത്തോടു കൂടെ നമ്മൾ ബിഗ് ബോസ് 100 ദിവസം ആകും. അപ്പൊ ആരൊക്കെ ടോപ്പ് 5 വന്നോല്? 7 ആൾക്കാരൊന്നുമില്ല, 6 ആൾക്കാരുള്ളൂ. ടോപ്പ് 5 എങ്ങനെ 6 ആൾക്കാരുണ്ടാവണു? 5 ആൾക്കാരുള്ളൂ, 2 ആൾ ഔട്ടാണ്. ആരൊക്കെ ഔട്ടാവണ്ടേ? ഫൈനൽ എത്തിക്കാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയാണ് ആരാ? CID രാമദാസിനോട് പറഞ്ഞു ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയതെന്ന്. ആരാണ് പറഞ്ഞു? ആരാ പിന്നെ ഞാൻ എന്താ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ? അങ്ങോട്ട് കൊട്ടി പറഞ്ഞു. ദിയ ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് തോന്നിയത്? എന്താ കാരണം? പറയാന് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയും, അതാണ് ഓള്. ആയിക്കു ആരാണ് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് തോന്നിയാള്? പ്രശ്നം അതോ ഇവന് എന്താ പറയാ വലിയ ആളാന്നുള്ളൊരു വിചാരമുണ്ട്. ശ്രദ്ധിക്കുക, ഇപ്പൊ എവിക്ഷനാണ് നടക്കാൻ പോണേ. മുന്നേ ഞാനൊരു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ വോട്ട് കുറവില്ല ആൾ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോകും. മെഹസ പോകുന്ന എനിക്ക് തോന്നുന്നേ. ഞാൻ പോകുന്നെ, പക്ഷെ ഞാൻ ഇതിനൊന്ന് ജയിലിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലും കുറേതായി ജയിലിൽ പോകാൻ പൂതിയേക്കണു. അപ്പോൾ ശ്രദ്ധിക്കുക, പ്ലാസ്മ TVയിൽ നിങ്ങൾ ഓരോരുത്തരുടെ വോട്ടിൻ്റെയും ഡയഗ്രാം വരും. അപ്പോൾ അതിൽ ഏറ്റവും കുറവില്ല ഓരോരുത്തർ ഔട്ടാവും. ലാസ്റ്റ് നിൽക്കുന്ന 2 പേരിൽ ആരെങ്കിലും ഒരാൾ വിന്നറാവും. അപ്പോൾ പ്ലാസ്മ TVയിൽ നോക്കാം.
മാഹിർ എവിക്റ്റഡ് ആണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാം. ലീന എവിക്റ്റഡ് ആണ്, എൻ്റെ അടുത്തേക്ക് വരാവുന്നതാണ്. ഇക്കു സേവ് ആണ്. ആദി എവിക്റ്റഡ് ആണ്. ഇനി ബാക്കിയുള്ള 3 പേര് അല്പസമയത്തിന് ശേഷം ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മളെ ഒരു ചെപ്പിന്റെ കാരണം കൊണ്ട് ഇവളെ വിശ്വാസമല്ല, പിന്നെ അന്നെയാണ് ഇജോ ഞാനോ അതില് എനിക്ക് എന്താ തോന്നുന്നു ഇപ്പോ? എന്നാലും നമ്മളെ 3 ആരാ തോന്നുന്നു എനിക്ക്? ഞാനോ? ഇജ് ജയിച്ചു എനിക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ആരാന്ന് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബിഗ് ബോസ് ജയിച്ച. അപ്പോൾ ജനങ്ങൾ ആരപ്പകരം കൂടുതൽ? നിങ്ങൾ ഒരിക്കലും ബിഗ് ബോസിൽ വിന്നർ ആകാൻ പോണില്ല. ഞാൻ പോയപ്പോ എന്റെ കുറ്റം പറയലേനു രണ്ടും അറിയാം. നിങ്ങൾ ഈ ബിഗ് ബോസിൽ വന്ന ദിവസം മുതൽ ഇനി ടാർഗറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്കറിയാം രണ്ടും. പക്ഷെ വന്ന മുതൽ കുശുമ്പോണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരല്ലേ. ഒരിക്കലും ജയിച്ചാൽ പോണില്ല നിങ്ങൾ. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങൾ ജയിച്ചാൻ വേണ്ടിയിട്ട്. ഇച്ച് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ. എന്താ പ്രാർത്ഥിച്ചേ? ഞാൻ ജയിക്കണേ ആമീൻ പീസ് പറഞ്ഞു. ലാലേട്ടനെ പറയും, അല്ലെങ്കിൽ വീഡിയോ എടുക്കില്ല ആൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇജാരാന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ വിചാരിച്ച ഒരാൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തോൽക്കണം എന്ന് വെച്ചൊരു ജയിച്ചാണ്. അതന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണ പോലെ ഒരിക്കലും ആവില്ല. ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അന്ന ഔട്ടാക്കണം എന്നല്ല, ഇവിടെ വന്നിട്ട് ഇജ്ജും എന്താ ചപ്രി എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയേ? ചപ്രിനോട് വർത്താനം എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്താ കാട്ടിക്കൂട്ടണേ? എന്തോന്നും കാട്ടിക്കൂട്ടണില്ലേ? ശ്രദ്ധിക്കുക. ദിയ, മെഹ്സ, ഇക്കു വേദിയിലേക്ക് വരിക. ഇപ്പോൾ എന്താ നമ്മുടെ വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ ബാക്കി ഫുൾ കണ്ടസ്റ്റൻസ് വേദിയിലേക്ക് വരിക. അപ്പോൾ ആ ബാക്കി വന്ന 3 പേര് നടുക്കത്ത് നിന്നിട്ട് ബാക്കി 2 പേരും ഇപ്പുറത്തേക്ക് നിൽക്കാം. ലിനിയും ഭാവിയും ഇങ്ങോട്ട് നിൽക്കുക. വരും ഇപ്പോൾ ഒരു ബോക്സ് അങ്ങോട്ട് വരും. അതാരെങ്കിലും തുറന്നിട്ട് അതിലുള്ള പേര് വായിക്കുക. ഓരായിരിക്കും വിന്നർ. അവർക്കുള്ള ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് വരുന്നവർക്ക് സെക്കൻഡ് പ്രൈസും തേർഡ് വരുന്നവർക്ക് തേർഡ് പ്രൈസും ഉണ്ട്. അല്ല, തേർഡ് പ്രൈസ് അതിലുണ്ടാവും അതോ? സെക്കൻഡ് പ്രൈസ് എനിക്ക് ആരാന്നറിയാം. അതുകൊണ്ട് ഫസ്റ്റ് പ്രൈസ് മാത്രമേ പെട്ടിയിലുള്ളൂ. അതുകൊണ്ട് പെട്ടി അങ്ങോട്ട് ഇപ്പൊ വരും. 3, 2, 1. വായിച്ചാണ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കിട്ടിയ ഇക്കു കൊടുക്കണാണ്. ഇക്കു വരിക. സെക്കൻഡ് പ്രൈസ് കിട്ടിയ ഇക്കുന് തേർഡ് പ്രൈസ് കിട്ടിയ ദിയ കൊടുക്കണാണ്. മുന്നിന്ന് മാറി
തേർഡ് പ്രൈസ് കിട്ടിയ ദിയക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ മെഹസ കൊടുക്കും. ആ ഇത് ദിയക്ക് കൊടുക്കും. സന്തോഷായി. ഫ്ലാറ്റ് എനിക്ക് തരുമോ? തരൂല. ഫ്ലാറ്റ് എനിക്ക് തരുമോ? ഫ്ലാറ്റ് എനിക്ക് കിട്ടി. 50 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് കിട്ടി. ബിഗ് ബോസിന്റെ വിന്നർ ഇജ്ജ്. അല്ല ഇതല്ല ഫ്ലാറ്റ് മതി. ഫ്ലാറ്റ് തരുമോ? മൈക്കാണായിരിക്കും. ഫ്ലാറ്റ് തരുമോ? എന്താ ആവശ്യമുണ്ട്. എന്തിന്? അതൊക്കെ കൊണ്ടുപോവാന് എവിടക്ക്? അവർക്ക്